ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസ്ലാസ് കുക്ക് ആൻഡ് വ്ളോഗ്. ഇന്നിനകത്ത് നല്ലൊരു അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലാണ് കുബൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലോട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ഇടുന്നത്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിന് ചൂട് അധികം ആവാൻ പാടില്ല, ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് ആ ബൗളിലോട്ട് ഒരു 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണമാതിരി കുഴച്ചെടുക്കാം. പക്ഷെ അത്രയും ഡ്രൈ ആയിരിക്കരുത്, കുറച്ചിങ്ങനെ അഴഞ്ഞ മാവായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ അതേപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലോട്ട് കുറച്ച് ഓയിലൊക്കെ തേച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് മാവ്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മൂടി വെക്കണം. ഒരു 6-7 മണിക്കൂറാണ് കുബൂസ് പൊന്തി വരാൻ വേണ്ടിയിട്ട് എടുക്കുക. എനിക്കിവിടെ അത്ര ടൈമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഞാനിവിടെ 1.5 മണിക്കൂർ കൊണ്ടാണ് കുബൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഓയിൽ ചേർത്ത് കുഴച്ചതുകൊണ്ടാണ് കയ്യിൽ ഒട്ടിപ്പിടിക്കാത്തത്. ഇപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടി നോക്കാം. ഞാനിവിടെ ചപ്പാത്തിപ്പാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ കുബൂസ് പരത്തിയെടുക്കാൻ പോകുന്നത്. ഇനി നേരത്തെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് എടുത്തിട്ട് ഇത് നമുക്കൊരു 6 പീസായിട്ട് മുറിച്ചെടുക്കണം. അവിടെ ആ മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് 6 പീസായിട്ട് മുറിച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 6 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ പീസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുക. നന്നായിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പം ഞാനിവിടെ 6 ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ അത് പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോ പീസായിട്ട് ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. നല്ല തിന്നായിട്ട് പരത്തരുത് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു കുബൂസ് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കട്ടിയിലായിരിക്കണം. നമ്മൾ ചപ്പാത്തിനേക്കാളും കുറച്ച് കനത്തിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി കുബൂസ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം. ആ പാൻ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഓരോ കുബൂസ് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കാം. ഒരു ഭാഗം ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബബിൾസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കുബൂസും ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു കുബൂസ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ കുബൂസും ചുട്ടെടുക്കുകയാണ്.
അപ്പോൾ വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കുബൂസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ കുബൂസ് ഉണ്ടാക്കാൻ അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുബൂസ് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കുക്കർ ചിക്കൻ്റെ, അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.